ഹേ ഗ്യായ്സ്, ഇനി നമുക്കൊരു പേപ്പർ കട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി അതൊരു ബ്ലേഡ് എടുക്കുക. ബ്ലേഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, ചെറിയ കുട്ടികളാണെങ്കിൽ മുതിർന്നവരോട് പറയുക. കാരണം എനിക്ക് അനുഭവം ഉണ്ടാണ്, ഞാൻ പറയാണ്. ബ്ലേഡ് ആണെന്ന് ഞാൻ അത്ര അങ്ങോട്ട് ഓർത്തില്ല. പിന്നെ മുറിയായി ചോര കൊണ്ടൊരു കളിയെന്ന്. പിന്നെ ഞാനത് തുണി വെച്ചൊന്ന് കെട്ടി അതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഈ ബ്ലേഡില്ലേ, ആ ബ്ലേഡ് എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വീഡിയോ കാണിക്കണ ഈ 3 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ചതുരാകൃതിയിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് മോൾ വശത്ത് നിന്ന് ഒരു അടിയിലേക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു കത്തി രൂപത്തിൽ കിട്ടും. ഇനി നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ആയാലും മതി. പക്ഷെ കാർഡ്ബോർഡ് ആകുമ്പോൾ കൂടുതൽ കാലം നിൽക്കുന്ന എനിക്ക് ഉറപ്പില്ല. ഇതാകുമ്പോൾ കുറച്ച് കട്ടിയും ഒക്കെ ഉണ്ടാവും. ഏതാണ് നിങ്ങളിഷ്ടം. പിന്നെ ഇത് രണ്ടും കൂടി ഒന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പം തന്നെ നമ്മളെ പേപ്പർ കട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ക്യൂട്ടും എസ്തെറ്റിക് ആക്കാൻ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒരു A4 എടുത്തിട്ട് ഞാൻ ഗ്രിഡ് ലൈനാണ് വരച്ച് കൊടുക്കുന്നത്. ഒരു ബ്ലൂ കളർ വെച്ചിട്ടാണ് ഞാൻ ഗ്രിഡ് ലൈൻ വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വേണമെങ്കിലോ ഏത് ഡിസൈൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം. ഞാൻ സെലക്ട് ബ്ലൂ ആണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് റോൾ ചെയ്യണം. റോൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്യുക. പശ തേച്ച് കൊടുത്തതിന് ശേഷം റോൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഇതിൻ്റെ അളവിലായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് റോൾ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം നമുക്ക് ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ടോപ്പ് ഉണ്ടാക്കണ്ടേ. ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആ ഗ്രിഡ് ലൈൻ വരച്ചതിൻ്റെ ബാക്കി പോർഷൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. എനിക്ക് ബാക്കിയില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഗ്രിഡ് ലൈനൊക്കെ വരച്ച് സെയിം ഒക്കെ ആക്കി ഇതാക്കാം. ഇനി നമുക്കിത് ഇതിൻ്റെ അളവിലൊന്ന് എടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മോൾ വശം നമ്മൾ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടാവും. ആ ഭാഗത്ത് പശ തേച്ചതിന് ശേഷം ഒന്ന് അമർത്തിയാൽ നമുക്ക് അവിടെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. നമ്മുടെ പേപ്പർ കട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടി നമുക്ക് കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടോപ്പുമായിട്ട് ഒരു കവായ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കണ്ടേ. നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ചെയ്യണം യെസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.